പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ദീപാദാസ് മുൻഷി, മഹാരാഷ്ട്രയുടെ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റുമായ ശ്രീ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രിയപ്പെട്ട ശശി തരൂർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് കൂടിയായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, UDFിൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ MM ഹസൻ, AICC സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ മോഹൻ, ശ്രീ വിശ്വനാഥൻ, KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ, നിർവാഹക സമിതി അംഗങ്ങൾ, സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, വളരെ നിർണായകമായ ഒരു പാർട്ടി പരിപാടിയാണ് ഇന്നും നാളെയുമായി ബത്തേരിയിൽ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കൂടിയ KPCC നിർവാഹക സമിതി യോഗ തീരുമാനമനുസരിച്ചാണ് 2 ദിവസക്കാലം കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെല്ലാം ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും ഭാവി പ്രവർത്തന പന്ഥാവിനെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്തി പരിപാടികൾക്ക് രൂപം നൽകി മുന്നോട്ട് പോകണം. ആ ആശയം വരും നാളുകളിലെ കോൺഗ്രസിനെ കരുത്തു പകരാൻ വേണ്ടിയിട്ടുള്ള ആശയം. എനിക്ക് തോന്നുന്നത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ റിവ്യൂ നമ്മളൊരു പ്രാവശ്യം KPCC നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി സമയമെടുത്തുകൊണ്ട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടിയുടെ വോട്ടിംഗ് പാറ്റേൺ കൂടെ പരിശോധിച്ചുകൊണ്ട് എന്താണ് ഓരോ മണ്ഡലത്തിലും യഥാർത്ഥ ചിത്രം. നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഒരു പാർട്ടി പരാജയങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, വിജയങ്ങൾ കൂടി ചർച്ച ചെയ്യണം എന്നുള്ളത്. നമ്മൾ 20-ൽ 18 സീറ്റും ജയിച്ച ഏറ്റവും ചരിത്രപരമായൊരു വിജയമാണ് പാർലമെന്റ് ഇലക്ഷനിൽ കേരളം നേടിയത്. ഒരു സംശയമില്ല. ആ വിജയത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. അപ്പോൾ 2 സീറ്റിൽ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ സാഹചര്യവും നമ്മൾ ചർച്ച ചെയ്യും. KPCC ആ 2 സീറ്റിലെ പരാജയ കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രീ KC ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വെച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് പാർട്ടിക്ക് പോകും. നമ്മളെടുത്ത ഒരു നിലപാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതി അതിന്ന് മുതൽ, ഇപ്പോൾ ജൂലൈ മാസമാണ്, ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു തുടങ്ങി 2025 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടക്കാൻ പോകുന്ന ഇലക്ഷൻ വരെയുള്ള മന്ത്ലി കലണ്ടർ കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീ സതീശൻ, VD സതീശൻ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മാർഗരേഖയുമായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയതിന് നിങ്ങൾ എല്ലാവരെയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ ഇതിൻ്റെ ഭാഗമാണെങ്കിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം. കാരണം അത് നല്ല വിജയമായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ആ ജനാധിപത്യം വീണ്ടും ഉണ്ടാകുന്നു
തിരഞ്ഞെടുപ്പുകൾ വീണ്ടും നടക്കുമോ എന്നുള്ള ആശങ്കാപരമായ ചിന്തകൾ അന്തരീക്ഷത്തിലുണ്ടായിരിക്കാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശം പ്രദാനം ചെയ്യുന്ന, വ്യക്തികൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മുഴുവനായി കൊടുക്കുന്ന ഭരണഘടന മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഉറപ്പിച്ചുറപ്പിക്കുന്ന ആ ഭരണഘടന നിലനിൽക്കുമോ എന്നൊരു ചോദ്യം. നിങ്ങൾക്കറിയാം, ഇവിടെ നേരത്തെ ശ്രീ സുധാകരന്റെ പ്രസംഗത്തിൽ, KPC പ്രസിഡന്റ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നടന്നൊരു തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 2 കൊല്ലക്കാലം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ, 5 കൊല്ലക്കാലം എന്ന് പറയാം, അതിൽ അവസാനത്തെ 2-2.5 കൊല്ലക്കാലം പരിപൂർണമായി അതിൽ കോൺഗ്രസിനെ ഐസോലേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോദിയും സംഘപരിവാറും നടത്തിയ പോരാട്ടം. നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു പോരാട്ടം? സാധാരണക്കാരനായ കോൺഗ്രസിന്റെ പ്രവർത്തകരല്ലാതെ ഈ പാർലമെന്റ് പോരാട്ടത്തിൽ നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, ഇതിന് ഇലക്ഷൻ കമ്മീഷൻ പോലും എല്ലാവിധ ഭരണയന്ത്രങ്ങളെയും പരമാവധി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ഫാസിസത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി നടത്തിയ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. നീതിന്യായ വ്യവസ്ഥയെ പോലും ഞാൻ നേരത്തെ പറഞ്ഞതിന് കൂടുതൽ കൂട്ടേണ്ട സാഹചര്യത്തിലേക്കാണ് ആ ഡിസ്ക്വാളിഫിക്കേഷൻ വില ചൂണ്ടിയത്. ഗുജറാത്തിലെ 3 കോടതികൾ ഒരുപോലെ, ആദ്യത്തെ കോടതി പറഞ്ഞു, രണ്ടാമത്തെ കോടതി ശരിവെച്ചു, മൂന്നാമത്തെ ഹൈക്കോടതിയും ശരിവെച്ചു. സുപ്രീം കോടതിയാണ്, പരമോന്നത നീതിന്യായ കോടതിയാണ് അതിനകത്ത് ആ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചു കൊടുത്തത്. ഇന്ത്യ രാജ്യത്ത് ലോക നേതൃത്വത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ പറയാം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവിന്റെ ലോക്സഭാംഗത്വം ജനങ്ങൾ തിരഞ്ഞെടുത്ത, അതും നമ്മൾ വയനാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഈ വയനാട്ടിലെ ജനങ്ങൾ 4,75,000 വോട്ടിന് തിരഞ്ഞെടുത്ത ഒരു പാർലമെന്റ് അംഗത്തെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ, ഒരു ചെറിയ പ്രസംഗത്തിന്റെ പേരിൽ പരമാവധി ശിക്ഷയായ 2 കൊല്ലം കൊടുത്ത് നമുക്കറിയാമല്ലോ, കാലിനനുസരിച്ച് ചെരുപ്പല്ല, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണ് ഇവിടെ നീതിന്യായ വ്യവസ്ഥ ചെയ്തത് അവിടുത്തെ കാര്യത്തിൽ. കാരണം ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തണമെങ്കിൽ പരമാവധി ശിക്ഷ 2 കൊല്ലം വേണം. മാനനഷ്ട കേസിൽ 2 കൊല്ലം ശിക്ഷ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് 2 കൊല്ലം പരമാവധി ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി സർക്കാരിന്റെ ബംഗാളിൽ നിന്നും പിടിച്ചു വലിച്ചു പുറത്തിട്ട് ഇതിനു മുൻപ് 58 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. എന്തായാലും രാജ്യത്തുണ്ടാക്കിയ വലിയ അഴിമതിക്കാരനായി രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ച് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി 58 മണിക്കൂറിൽ ഇന്ററോഗേഷൻ, സോണിയാഗാന്ധിക്കെതിരെ ഇന്ററോഗേഷൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ പശ്ചാത്തലമാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാരെ നട്ടലിന് ഉറപ്പില്ലാത്ത, ED എന്നും CBI കണ്ട പേടിച്ചോടുന്ന കുറെ ഭീരുക്കള് ഈ വെളിപ്പെടുത്തലിന് കീഴടങ്ങി പാർട്ടി വിട്ടുപോയി. ആ പാർട്ടി വിട്ടുപോയവരെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് സഹോദരിക്കാം. പക്ഷെ അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്തു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന്റെ
തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് നമ്മുടെ MP, പാർലമെന്റിലെ MP, സുരേഷിന്റെ കൂടെയൊക്കെ പാർലമെന്ററി പാർട്ടി ഭാരവാഹികൾ MP, പാർട്ടി മാറി അമിത്ഷാവിടെ പോയി പറഞ്ഞത്, പ്രധാനമന്ത്രി പോയി പറഞ്ഞത്, എൻ്റെ 5 കൊല്ലക്കാലമായി ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ. പക്ഷേ പുള്ളി ദയനീയമായി തോറ്റു. പുള്ളി എന്നിട്ടും കൊണ്ടും മന്ത്രിയാക്കിയത്. ഞാൻ പറഞ്ഞു വന്നത്, ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ഇരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് വിജയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ചുക്കാൻ പിടിച്ച നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ അശോക് ചവാന്റെ പേരിലായിരുന്നു ആദർശ് കുംഭകോണം ഉണ്ടായത്. കോൺഗ്രസിലെ മുഴുവൻ, കോൺഗ്രസിൽ ഒരു പങ്ക് വരത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനമാണ് ആദർശ് കുംഭകോണമായിട്ട് മാറിയത്. അതിന്റെ പേരിൽ കോൺഗ്രസിന്റെ പുറത്ത് അഴിമതിയാടിയ ആളുകൾ ഒരു ദിവസം നോക്കുമ്പോഴേക്ക് അശോക് ചവാനുണ്ട് BJP ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ആ ചേർന്നതിന്റെ 2ാമത്തെ ദിവസം തന്നെ രാജ്യസഭാ മെമ്പറാക്കി മാറ്റുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിനാണ് ഇപ്രാവശ്യം ജയിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ ഗാന്ധിയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കുറിച്ചുള്ള ചോദ്യം ചെയ്യുന്നത്, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും ഇത് പേടിപ്പിച്ചുകൊണ്ടുള്ള കാലുമാറ്റം, അത് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പണം 2016-ലെയും 2019-ലെയും ഒരു ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കാൻ 2-3 ആഴ്ച വൈകിയതിന്റെ കാരണം പറഞ്ഞ് ആ പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന, നമ്മളടക്കം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കൊടുത്ത പൈസ സാധാരണക്കാരന്റെ കടം. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിച്ചുകൊണ്ട് ആ പണം സീസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ആ പൈസ കിട്ടിയിട്ടില്ല, തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോ എല്ലാ രീതിയിലും ഒരു തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ അതിന്റെ എല്ലാ സാധ്യതകളെയും അത് അനധികൃതമായിട്ട് ദുരുപയോഗപ്പെടുത്തി വാങ്ങിച്ചിട്ടാണ് ഇലക്ഷൻ നേരിടുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈബൽ നേതാവായിരുന്നു കോൺഗ്രസ് ഒരുപാട് കാലം. ബൻസ്വാരയിലെ നേതാവ്, അവിടെ ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിഖ്യാതമായ പ്രസംഗം. നുഴഞ്ഞുകയറ്റക്കാർ, രാജ്യത്തിൽ സമ്പത്ത് കള്ളക്കടത്ത് കൊണ്ടുപോകുന്നവർ, വിദ്വേഷ പ്രസംഗങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നമ്പർ 1, ലോകത്തിലെ തന്നെ വിദ്വേഷ പ്രസംഗങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നമ്പർ 1 ആയ പ്രസംഗമായിട്ട് കാണാൻ പറ്റുന്ന ആ പ്രസംഗം, രാജസ്ഥാനിലെ പ്രസംഗം. അടുത്ത റിസൾട്ട് വന്നപ്പോഴാണ് എത്ര ബുദ്ധിമാന്മാരാണ് ജനങ്ങൾ. അവിടുത്തെ സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി 1,75,000 വോട്ടിനാണ് ജയിച്ചത് എന്നുള്ളതാണ്. അതിന് തെളിവില്ല. നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെ 3 അപരന്മാരുണ്ടായിരുന്നു. അതേ പേര്, സമാന ചിഹ്നം. ആ 3 പേരും 1,00,000 വീതം വോട്ട് പിടിച്ചു. ഈ 3 ലക്ഷം വോട്ടും ആ 160 കവർ ചെയ്തിട്ടാണ് ഈ സ്ഥാനാർത്ഥി 1,60,000 വോട്ടിന് ജയിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മോഡിയുടെ ആഹ്വാനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന പശ്ചാത്തലം അതുകൊണ്ട് ഈ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അതിനിടയിലാണ് 400 സീറ്റ് വാങ്ങി ജയിക്കുമെന്നുള്ള ഒപ്പീനിയൻ പോളുകൾ. ഒരു വർഷം മുമ്പ് ലോക്സഭാ ഇലക്ഷൻ, ഒരു വർഷം മുമ്പ് ആരംഭിച്ച ഒപ്പീനിയൻ പോൾ. എന്നും കോൺഗ്രസ്സുകാരെടുത്ത് പത്രം വായിക്കുമ്പോൾ ഓരോ മാധ്യമങ്ങളുടെ അഭിപ്രായ വോട്ടിന്റെ സർവേയാണ് വരുന്നത്. കോൺഗ്രസിന് 35 സീറ്റ്, 40 സീറ്റ്, BJP 400 സീറ്റ്. ഇത് സ്വതന്ത്ര അഭിപ്രായങ്ങൾ എന്ന രൂപത്തിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ സർവേ നടത്തി ആ സർവേ പുറത്തുകൊണ്ടുവരികയാണ്. ആത്മബീജം മുഴുവൻ ചോർത്തുന്ന സാഹചര്യം. ഞാൻ പറഞ്ഞ ഈ സാഹചര്യത്തിൽ നടന്ന ലോക്സഭാ ഇലക്ഷനാണ്. നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, നമ്മളുടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺഗ്രസ് നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്തു.
ഏത് വിധേനയും ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തണം. ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ തൊട്ടുകളിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പാടില്ല. അതിന് മരണം വരെയായാലും ആ പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം. അതിന് നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. കോൺഗ്രസിന് മത്സരിച്ച സീറ്റുകളാണ് 327 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. ഈ പ്രാവശ്യം 540. മഹാരാഷ്ട്രയിൽ നമ്മൾ മത്സരിച്ചത് 17 സീറ്റ്. വോട്ടിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ വിജ്ഞാന സർവേ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ട് പെർസെന്റേജ് BJPയും കോൺഗ്രസും തമ്മിൽ 1% വ്യത്യാസം. 25% ആണ് കോൺഗ്രസിന്റെ വോട്ട് പെർസെന്റേജ്. അത് ഇലക്ഷന് ശേഷം പോസ്റ്റ് ഇലക്ഷൻ സർവേയിലാണ്. നമ്മൾ വാശി പിടിച്ചില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രവർത്തകർക്കുണ്ടായി. ലക്ഷ്യം BJPയുടെ നമ്മൾ ഓർക്കുക. ആ ലക്ഷ്യം വിജയിച്ചു. മഹാരാഷ്ട്രയിൽ, UP യിൽ നമ്മൾ മത്സരത്തിൽ 16 സീറ്റുകളിൽ മാത്രമാണ്. UP ആ ലക്ഷ്യം വിജയിച്ചു. ഇപ്പോൾ പരമാവധി സ്ഥലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മത്സരം നടത്തിയതിന്റെ ഫലമായിട്ട് നമ്മൾ 237 സീറ്റുമായി ഇന്ത്യ മുന്നണി വന്നു എന്നുള്ളത് ഈ കാലത്തെ ഏറ്റവും വലിയ രജതയിലേക്ക്. അത് പാർലമെന്റ് സമ്മേളനം 1ാം സമ്മേളനം കഴിഞ്ഞു. ആ സമ്മേളനത്തിലെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അറിയാം. മറ്റു സമ്മേളനങ്ങൾ കണ്ടവർക്ക് അറിയാം, ഇരിക്കുന്ന മെമ്പർമാർക്കും അറിയാം ഈ സമ്മേളനത്തിന്റെ വ്യത്യാസം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ പ്രകടമായ മാറ്റം. ഞാൻ പറഞ്ഞത് ഇത്തരം ശക്തികളൊന്നും ഇല്ലാതെയുള്ള ഈ പോരാട്ടത്തിലാണ് കോൺഗ്രസിനെ എന്തെങ്കിൽ മാധ്യമങ്ങൾ, ഞാൻ പറയാം മുഖ്യധാര മാധ്യമങ്ങൾ കൂടി കോൺഗ്രസിനോട് നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഞാൻ പറയുന്നത് ഭരണാക്രമ മാധ്യമങ്ങളെ കുറിച്ചല്ല. എക്സിറ്റ് പോൾ റിസൾട്ട് പോലും കണ്ടില്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അതെങ്കിലും വലിയ സത്യം പറഞ്ഞൂടെ? ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ട് ഇത്രയും പർവ്വതീകരിച്ച് കോൺഗ്രസിനെ താഴെ കൊണ്ടുവന്ന് കൗണ്ടിങ്ങിന് പോകുന്ന പ്രവർത്തകന്റെ പോലും മനോബലം കെടുത്തുന്ന എക്സിറ്റ് പോൾ റിസൾട്ടുകളെ ഞാൻ പറഞ്ഞത് ഈ സാഹചര്യമൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ മുന്നോട്ട് വന്നു. ഇതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് നമ്മുടെ ലീഡർഷിപ്പിന് തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ പലരും പറഞ്ഞിരുന്നു, പക്ഷേ കോൺഗ്രസ് തിരഞ്ഞെടുത്ത പ്രസിഡന്റ്, കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് കോൺഗ്രസിന്റെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യനായ പ്രസിഡന്റാണ് എന്ന് അദ്ദേഹം ഓരോ ദിവസവും തെളിയിക്കുന്നു. എല്ലായിടത്തും തോറ്റിരിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് മുക്തഭാരതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഭരണപക്ഷം എല്ലാവിധ ആയുധങ്ങളും എടുത്ത് കോൺഗ്രസുകാരനെ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർവീര്യമായ മനസ്സിന്റെ ആത്മവിശ്വാസം ചോർന്ന ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന് ആകുലപ്പെട്ടിരുന്ന ഒരു കാലത്താണ് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് 4000 കിലോമീറ്റർ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നത്. പലരും പറഞ്ഞു ആദ്യത്തെ ദിവസങ്ങളിലെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇത് കേരളം വിട്ടാൽ തീരും, 10 പേരുണ്ടാവില്ല. എന്നോട് പറഞ്ഞ നമ്മുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, കേരളത്തിൽ വിജയിക്കും സഹോദര, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പാടായിരിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് സഹോദരന്മാർ, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം കഴിഞ്ഞ് കർണാടകത്തിൽ പോയി, കേരളത്തെക്കാൾ ഹിറ്റായിരുന്നു. കർണാടക കഴിഞ്ഞ് തെലങ്കാനയിൽ പോയി, ആന്ധ്രയിൽ പോയി, ആന്ധ്രയിൽ പോലും ഹിറ്റായിരുന്നു. തെലങ്കാനയിൽ ഹിറ്റായിരുന്നു. മഹാരാഷ്ട്രയിൽ ഏറ്റവും ഗംഭീരമായ മഹാരാഷ്ട്രയാണ് ഉത്തരേന്ത്യയിൽ. ആ കാശ്മീരിന്റെ മഞ്ഞു പെയ്യുന്ന ആ മഴയുള്ള ദിവസം
ഇന്ന് സമാപനം കുറിച്ചുകൊണ്ട് കാശ്മീരിൽ നടത്തിയ പ്രസംഗങ്ങൾ, കാശ്മീരിലെ യാത്ര, കേരളത്തിലെ തുടങ്ങി കന്യാകുമാരി തുടങ്ങി കാശ്മീർ അവസാനിച്ച യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ ഇതിഹാസമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഭാരത് ജോഡോ യാത്ര. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെ കുറിച്ചുണ്ടായ ചിത്രം എന്തായിരുന്നു? കോൺഗ്രസിന്റെ നേതാവ്, ജനപിന്തുണയുടെ നേതാവ് ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മെസ്മറൈസ് ചെയ്യുന്ന, ജനങ്ങളെ മെസ്മറൈസ് ചെയ്യുന്ന നേതാക്കന്മാരുടെ ഉജ്ജ്വലമായ സാന്നിധ്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിലനിന്നത്. അത്തരം നേതാവ് ഉയർന്നു വരാനുള്ള അവസരങ്ങളെല്ലാം BJP വളരെ സമർത്ഥമായിട്ട് 10-15 വർഷക്കാലമായി ഹൈജാക്ക് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കഴിവുള്ള, ഏറ്റവും ആത്മാർത്ഥതയുള്ള, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള, ഏറ്റവും ധീരനായിട്ടുള്ള ഒരു നേതാവിനെ പപ്പു എന്നിവർ ആക്ഷേപിച്ചു. ആക്ഷേപത്തിൻ്റെ എല്ലാ വാക്കുകളും ചുരുങ്ങു, വളരെ മോശമായി ചിത്രീകരിച്ചു. അങ്ങനെ കോൺഗ്രസിന്റെ ആ ശ്രേണിയിൽ ഉയർന്നു വരേണ്ട ഒരു നേതാവിനെ കഴിഞ്ഞ 10-15 കൊല്ലക്കാലം അവർ തമസ്കരിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിലൂടെ ആരാണ് രാഹുൽ ഗാന്ധി എന്ന് 10,000 കേരളത്തിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് മലപ്പുറത്തെ വണ്ടൂർ കഴിഞ്ഞ് നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നടന്നപ്പോൾ എത്ര ആളോട് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ട്? സംസാരിച്ച് പോയവരോടല്ല. ഒന്ന് ചോദിക്കണം, എന്താണ് രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം? അത് കോൺഗ്രസ്സുകാരും മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും. അത് ഇന്ത്യയിലൊട്ടാകുന്നു അഭിപ്രായം. ഈ മറച്ചു പിടിച്ചിരുന്ന, നമസ്കരിക്കപ്പെട്ടിരുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച പരിപാടിയായിരുന്നു ഭാരത് ജോഡോ യാത്ര. ഇന്ന് അഭിമാനപൂർവ്വം പറയും, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോഴും, സ്പോൺസേഡ് മാധ്യമങ്ങൾ ഇപ്പോഴും അവരുടെ പിടിപൂർണമായി അയച്ചിട്ടില്ല. കുറെ പേര് അയച്ചിട്ടുണ്ട്, ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വീഡിയോയും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അത് കാണുന്ന 130 കോടി ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ റീച്ച് ഇന്ന് കാണുന്നത് എന്നുള്ള കാര്യം. അവിടെ മോഡിയുടെ റീച്ച് 46 crores ആണ്. യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിൽ 110 കോടി ജനങ്ങൾ വരെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമ്പോൾ 38 കോടിയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ റീച്ച്. ഞാൻ പറഞ്ഞത് 2024 പശ്ചാത്തലം, പാർലമെന്റ് പശ്ചാത്തലം, എല്ലാ രീതിയിലുമുള്ള വെല്ലുവിളികൾ, നമ്മുടെ ലീഡർഷിപ്പിനെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാപകമായ പ്രചരണങ്ങൾ, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ആത്മവിശ്വാസമുള്ളൊരു തലമുറയുണ്ട്. ഈ എല്ലാ ഇത് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇതിനൊരു പ്രതിസന്ധി നേരിടാനില്ല. അത്രയും വലിയ പ്രതിസന്ധി നേരിട്ട് ഇതിനൊക്കെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സംവിധാനം, അതിന് ഇനി ഏത് വെല്ലുവിളിയും നേരിടാൻ കഴിവുള്ള, കരുത്തുള്ള സംവിധാനമാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. അവിടെയാണ് ഞാൻ പറയുന്നത്, നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന നേതാവ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്, ഇന്ത്യയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ആളുകളെ മെസ്മറൈസ് ചെയ്യാൻ കഴിയുന്ന ആ തലത്തിലേക്ക് നമ്മുടെ പ്രിയ നേതാവ് രാഹുൽ ഗാന്ധി കൂടെ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, KPC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു 13 തെരഞ്ഞെടുപ്പ്. അയോധ്യയിലെ വിധി നിസ്സാരമാണ് സുഹൃത്തുക്കളെ. ഈ കേരളത്തിലൊട്ടാകെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന പ്രചരണം, കോൺഗ്രസ് തടഞ്ഞു വെച്ച രാമനെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു. കോൺഗ്രസ് ഇത്രയും കാലം തടഞ്ഞു വെച്ച രാമനെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു. ആ രാമപ്രതിഷ്ഠയുടെ
ചിഹ്നങ്ങളുമായിട്ടാണ് വീടുകളിലേക്ക് സന്ദർശിച്ചത്. ആ അയോധ്യയിൽ എന്തിനേറെപ്പെടുന്ന വാരാണസിയിൽ പോലും അയോധ്യയ്ക്ക് ശേഷം ഇപ്പോൾ ബദരീനാഥിലും, രാമൻ കഴിഞ്ഞാൽ ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ബദരീനാഥ്, ശിവഭഗവാന്റെ ബദരീനാഥിലും അവിടുത്തെ സ്ഥിതി പറയാമോ? ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനാണെന്ന് ആലോചിക്കണം. ഗവൺമെന്റിന്റെ എല്ലാ മെഷീനറി കംപ്ലീറ്റ് ഉപയോഗിച്ചു. പോലീസ് വോട്ടർമാരെ ബൂത്തിലേക്ക് കടത്തിവിട്ടില്ല. നമ്മൾ 4 MP-മാരെ അങ്ങോട്ടേക്ക് അയച്ചു ഇലക്ഷന്റെ ദിവസം. ആ MP-മാർക്ക് അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. അവർ തൊട്ടടുത്ത ക്യാമ്പിൽ നിന്ന് DGP വിളിച്ചു. DGP ഫോൺ എടുക്കുന്നില്ല, പോലീസ് അനങ്ങുന്നില്ല. എല്ലാം നടത്തിയിട്ടും ആ 2 സീറ്റും കോൺഗ്രസ് ജയിച്ചു. ഹിമാചൽ പ്രദേശിൽ നമ്മുടെ 6 കോൺഗ്രസ് MLA-മാരെ 3 ഇൻഡിപെൻഡന്റിനെ കാലുമാറ്റിയിട്ടാണ് ഗവൺമെന്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ആ 6-ൽ ഈ 9-ൽ ഇപ്പോൾ 6 സീറ്റുകൾക്ക് കൂടി കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. 40 സീറ്റായിരുന്നു ഹിമാചലിലായിരുന്നു ആദ്യത്തെ നമ്പർ. ആ 40-ലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഈ ബൈ ഇലക്ഷൻ റിസൾട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി നരേന്ദ്രമോദിയും BJP-യും നടക്കുന്ന നുണപ്രചരണങ്ങളുടെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് ഇത് കാണുന്നത്. ഇവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. കാരണം നമ്മൾ 2014 മുതൽ ഇങ്ങോട്ട് കേരളം എപ്പോഴും ഇന്ത്യയെ ഉറ്റു നോക്കുന്നവരാണ്, ഡൽഹിയെ ഉറ്റു നോക്കുന്നവരാണ്. എല്ലാ കാലത്തും ഡൽഹി ഉറ്റു നോക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്. 2014 പരാജയത്തിന് ശേഷം ഇങ്ങോട്ട് വിജയങ്ങൾ വളരെ കുറവ്, പരാജയങ്ങൾ കൂടുതൽ. അന്തരീക്ഷത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഈ കോൺഗ്രസ് രക്ഷപ്പെടുകയും എന്നതിൽ ആശങ്കയായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു പൊളിറ്റിക്കൽ ഡെമോഗ്രാഫിയാണ് ഇവിടെ മാറ്റപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ഏറ്റവും നല്ല ദിശാസൂചകമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിന്റെ മാറ്റം. ഇനിയുള്ള ഗ്രാഫ് കോൺഗ്രസ് മുകളിലോട്ടും കോൺഗ്രസിനെ എതിർക്കുന്ന വർഗീയ ശക്തികൾ താഴോട്ടും പോകുന്ന ഗ്രാഫ് ആയിരിക്കുമെന്ന് രാഷ്ട്രീയ ബോധ്യമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ സൂചനകൾ രാഷ്ട്രീയേതര ഒന്നെങ്കിലും കാണാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം ആ പാർലമെന്റ് പ്രസംഗം കോൺഗ്രസിന്റെ കൃത്യമായ ഒരു മെസ്സേജാണ്. ഞാൻ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ മെസ്സേജാണ്, കോൺഗ്രസ് പ്രവർത്തകരുടെ മെസ്സേജാണ്. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുന്നത്, എത്ര ഭരണപരാജയം ഉണ്ടായാലും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുന്നത് ഹിന്ദു വർഗീയവാദം കയ്യിലെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരെ പോലും വിളിച്ചെഴുന്നേൽപ്പിച്ച് വർഗീയ വിഷം കുത്തി മനുഷ്യരിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് അവർ നടത്തിയത്. അത് യഥാർത്ഥ ഹിന്ദു ആരാണെന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. അതിനെക്കുറിച്ചും വളരെ വളരെ ഫലപ്പെട്ട പ്രചരണങ്ങൾ നടന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആന്റി ഹിന്ദുവാണ്. എവിടെയാണ് ആന്റി ഹിന്ദു? ആ പ്രസംഗത്തിൽ ഒരു വരി ആന്റി ഹിന്ദു എന്ന് കാണിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഹിന്ദു, നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഹിന്ദു, അത് ഹിന്ദുയിസത്തിന്റെ യഥാർത്ഥ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ്. ഹിന്ദുയിസം ഒരിക്കലും അക്രമത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും ജനങ്ങളെ വിദ്വേഷി നടത്തുന്നതിൽ വിശ്വസിക്കുന്നില്ല. പരമശിവൻ ശിവഭഗവാനെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മൾ സത്യത്തിൽ മലയാളത്തിലൊക്കെ അതിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് സത്യത്തിന്റെയും അഹിംസയുടെയും ധർമ്മത്തിന്റെയും യഥാർത്ഥ പാതയിൽ നിൽക്കുന്ന ഹിന്ദുക്കള് മുസ്ലിമിനെതിരാണ്. ഇത്
ഈ മുസ്ലിമിനെതിരാക്കാൻ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരാക്കാൻ ഹിന്ദുയിസത്തെ ഉപയോഗിച്ചു കൊടുത്ത് അവരെ പരസ്പരം, കേരളത്തിൽ മുസ്ലിം ആണെങ്കിൽ കർണാടകത്തിലും ഛത്തീസ്ഗഡിലും ക്രിസ്ത്യനാണ്. ഇപ്പൊ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ ഹിന്ദുയിസം അവർക്കെതിരാണെന്ന് വരുത്തി അവരുടെ ശത്രുക്കളാണെന്ന് വരുത്തി ആ ശത്രുക്കളാണ് വരുത്തുന്നതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുകയായിരുന്നു കുറെ നാളായി ചെയ്യുന്നത്. ഇത് ഹിന്ദുയിസത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാക്കുന്നത്? ഇതെന്ത് ഗുണമാണ്? ഏറ്റവും വലിയ ദൈവവിരുദ്ധർ അവരല്ലേ? ജീവശാസ്ത്രപരമായിട്ട് ജനിച്ച ആളല്ല ഞാൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, ബയോളജിക്കൽ ബർത്ത് അല്ല എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, ആ ബയോളജിക്കൽ ബർത്ത് അല്ലാത്ത പ്രധാനമന്ത്രി, ബയോളജിക്കൽ ബർത്ത് അല്ലെങ്കിൽ ദൈവമാവാതെ രക്ഷയില്ലല്ലോ. മനുഷ്യന്മാരെല്ലാം ബയോളജിക്കലായിട്ട് ജനിക്കപ്പെടുന്നവരാണ്. അമാനുഷികന്മാർക്ക് ബയോളജിക്കലുള്ള ബർത്ത് ഉണ്ടാവുള്ളൂ. അമാനുഷികനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ പറയുന്നതാണ് മോഡി ഈസ് ദ ഗോഡ് ഓഫ് ഗോഡ്സ്. നരേന്ദ്രമോദി ഈസ് ദ ഗോഡ് ഓഫ് ദ ഗോഡ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സംബീത് പാത്ര അവരുടെ സോഷ്യൽ മീഡിയ നാഷണൽ ചീഫ് പറഞ്ഞത് ഭഗവാൻ ജഗന്നാഥൻ മോഡി ഭക്തനാണ്. ജഗന്നാഥൻ മോഡി ഭക്തനാണ്. ഇതാണോ ഹിന്ദുയിസം? അപ്പൊ ഹിന്ദു മതത്തിന്റെ ചിഹ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ആ മതത്തെ മറ്റുള്ളവരുടെ ശത്രുവാക്കി മാറ്റിയെടുത്ത് പരസ്പരം കലഹമുണ്ടാക്കി, പരസ്പരം വിദ്വേഷമുണ്ടാക്കി, രാജ്യത്തെ വിദ്വേഷത്തിന്റെ വ്യക്തമാകുന്ന സംഘപരിവാറും BJPയും ആണ് യഥാർത്ഥ ആന്റി ഹിന്ദുക്കൾ എന്നുള്ള കാര്യമായിരുന്നു രാഹുൽ ഗാന്ധി ആ പാർലമെന്റ് പ്രസംഗത്തിലൂടെ വിളിച്ചു പറഞ്ഞു. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്നു തെളിവാണ് 13-ൽ 10 സീറ്റും. അതാണ് ബദരീനാഥ് പോലും അതിനുശേഷം ആ ബദരീനാഥിൽ പോലും കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് പഴയ ആ കള്ളപ്രചരണങ്ങളും നുണപ്രചരണം കൊണ്ട് ഇനി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം തെളിയിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം. ഭഗവത്ഗീത എല്ലാവരും വായിക്കും, രാമായണവും മഹാഭാരതവും എല്ലാവരും വായിക്കും, പരിശുദ്ധ ഖുർആൻ എല്ലാവരും വായിക്കും, ബൈബിൾ എല്ലാവരും വായിക്കും. അതിലൊക്കെ തന്നെ മഹത്വചനങ്ങളുണ്ട്, മഹത്തരമായ ജീവിത സന്ദേശങ്ങളുണ്ട്, മാനവരാജി സ്വീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സ്വീകരിക്കുന്നവന്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കില്ലേ? ഭഗവത്ഗീത വായിച്ച് മഹാത്മാഗാന്ധി ഗീത കൊണ്ടു നടക്കുമായിരുന്നു. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി ഗീതയെ വ്യാഖ്യാനിച്ചത് അഹിംസയുടെ, സഹവർത്തിത്വത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പര്യായമായിട്ടാണ് ഗീതയെ മഹാത്മാഗാന്ധി വ്യാഖ്യാനിച്ചത്. ഗോഡ്സെയും ഗീത വായിക്കുമായിരുന്നു. പക്ഷെ ഗോഡ്സെ വ്യാഖ്യാനിച്ചത് കൊലപാതകവും അക്രമവും ഒക്കെ നടത്താണ്. ഇതിനെയും സംഘപരിവാർ പറയുന്നത് ഭഗവത്ഗീതയെ കോട്ട് ചെയ്യുന്നത് ഹിന്ദു വിരുദ്ധമായിട്ടാണ്. ഭഗവത്ഗീതയിൽ വിശ്വസിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന ഹിന്ദു കൃത്യമായിട്ടും ആ വിശ്വാസം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ, ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള പോരാട്ടത്തിൽ നമ്മളെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ള മഹത്തരമായ സന്ദേശം നൽകുന്ന ഒന്നായിട്ടാണ് കാണുക. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞത് ഇതിഹാസങ്ങളും പുരാണങ്ങളും ദൈവചിഹ്നങ്ങളും എല്ലാം തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിച്ച് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആ മഹത്തരമായ ആശയങ്ങളെ സങ്കീർണവൽക്കരിക്കുന്ന യഥാർത്ഥ ഹിന്ദു വിരോധികൾ ഇവരാണ് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. അത് നമ്മൾ തുറന്നു പറയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഈ പ്രസംഗത്തെ കേരളത്തിൽ പോലും ഇപ്പോൾ വ്യാഖ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ തെറ്റായ വ്യാഖ്യാനങ്ങളെ മുഴുവൻ അങ്ങനെ തന്നെ വിട്ടുകൊടുത്താൽ
ആളുകൾ അറിയാതെ വിശ്വസിച്ചു പോകും. അതിൻ്റെ മാറ്റമില്ല. ഇപ്പോൾ നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ആത്മവിശ്വാസത്തോടെ, പുതിയ ചൈതന്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കേരളത്തിലെ ഗവൺമെൻറ് അത് ജനങ്ങളിൽ നിന്നും അകന്നു പോയൊരു ഗവൺമെൻറ്റാണ്. സത്യത്തിൽ ഇന്നലെയും ഞാൻ 3 ദിവസം തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച കണ്ടാൽ എത്രമാത്രം മാലിന്യം കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 8 കൊല്ലമായി കൊണ്ടു നടക്കുന്നതിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ് തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരം എന്നുള്ളതാണ്. അവർ എനിക്ക് അത്ഭുതം തോന്നുന്നത് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. റെയിൽവേയും കേരള ഗവൺമെൻറ്റും തമ്മിൽ. ആരാണ് മാലിന്യ കൂമ്പാരത്തിൻ്റെ അതോറിറ്റി? ഈ മാലിന്യം നിക്ഷേപിച്ചതിൻ്റെ അതോറിറ്റി ആർക്കാണ്? റെയിൽവേക്കാണോ കോർപ്പറേഷനാണോ? ഇതാണ് ഫൈറ്റ്. കമ്മ്യൂണിസത്തെ തന്നെ, ആ മഹത്തരമായ ആശയത്തെ തന്നെ മാലിന്യവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കഴിഞ്ഞ 8 വർഷത്തെ ഗവൺമെൻറ് പോയിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു ഗവൺമെൻറ് ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെ ജനങ്ങളെ പരമാവധി എതിരാക്കി മാറ്റാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പ്, അപ്പം അതിൻ്റെ ആ സർക്കാരിൻ്റെ ജനവിരുദ്ധ വികാരങ്ങളെ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ പോരാടണമെന്ന് 1 മിനിറ്റ് പോലും കളയാതെ നമ്മൾ ആലോചിക്കേണ്ട സമയമാണിത് എന്നതാണ് യാഥാർത്ഥ്യം. 1 മിനിറ്റ് പോലും കളയാതെ ജനപക്ഷത്ത് പൂർണ്ണമായി നിന്നുകൊണ്ട് പെൻഷൻ ജനങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പെൻഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഓരോ പഞ്ചായത്തിലും ഉണ്ടാകണം. എത്ര നാളായി? ഇലക്ഷൻ സമയത്ത് കൊടുത്തു, പിന്നെ ഇപ്പം കൊടുത്തു. എവിടെയാണ് ഇന്നലത്തെ എംപിമാരുടെ കോൺഫറൻസിൽ എന്താ പറയുക? നമ്മുടെ രാജ്യത്ത് മുഴുവൻ എംപിമാർ മുഴുവൻ ഡൽഹിയിൽ പോയാൽ കേരളത്തിനെതിരായിട്ടാണ്. കേരളത്തിനെതിരായ താല്പര്യം എംപിമാർ പറയാറില്ല. എല്ലാ എംപിമാരും നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ, അവരുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, അവരുടെ സബ്മിഷൻസ് നോക്കിയാൽ, അവരുടെ ബില്ലിലെ ചർച്ച നോക്കിയാൽ എല്ലാവരും കേരള ഇഷ്യൂസ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് കേരള താല്പര്യം സബ്മിഷൻ. പക്ഷേ എന്താ പ്രചരണം ഉണ്ടായത്? ഒന്നും ചൊപ്പിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ കേരളത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റും ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഭരണയന്ത്രവും അത് രണ്ടും ഉണ്ടാകട്ടെ എന്ന ഉത്തരവാദിത്വം അവർക്കുള്ളതല്ല. അത് പൂർണ്ണമായും പരാജയപ്പെട്ടത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വലിയൊരു ചിന്തയിലേക്ക് പോകേണ്ടി വന്നത്, ആൻറ്റി ഗവൺമെൻറ് ചിന്തയിലേക്ക് പോകേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ BJPയുടെ ഭയങ്കരമായ വളർച്ച കേരളത്തിലുണ്ടായി എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലൊന്നും പോകണമെന്നും എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. ഞാൻ പറഞ്ഞ ദേശീയ തലത്തിലെ അറ്റ്മോസ്ഫിയർ എല്ലാം ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു ഇലക്ഷൻ, നമ്മുടെ സെക്കൻഡ് ഫേസ് ഇലക്ഷൻ ആയിരുന്നു നമ്മുടെ ഇലക്ഷൻ. കേരളത്തിലെ ഇലക്ഷൻ ലാസ്റ്റ് ഫേസിലായിരുന്നുവെങ്കിൽ കേരളത്തിൽ 20 സീറ്റും ഐക്യ ജനാധിപത്യമുള്ള ജയിക്കുമായിരുന്നു. ഈ പറയുന്ന പെർസെൻറ്റേജിലോട്ട് BJP പോവുകയില്ലായിരുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നടന്ന ഇലക്ഷൻ, ആ ഇലക്ഷൻ ഉണ്ടാകാം. കോൺഗ്രസിനും പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ വിഭാഗങ്ങളിൽ ചെറിയ ഷിഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തിയതാണ് KPCC മീറ്റിംഗിൽ. അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ആ താൽക്കാലിക പ്രതിഭാസത്തെ മാറ്റിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ഈ ക്യാമ്പ് ചർച്ച ചെയ്യണം. അതിൻ്റെ പരിപാടികളാണ്. കോൺഗ്രസിനകത്ത് ഒറ്റ കാര്യമില്ല, നമുക്ക് ഒറ്റമൂലി മന്ത്രങ്ങളൊന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യത്തിനും ദേശീയ തലത്തിലായാലും നമുക്ക് ഭരണം പിടിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പോരാടാനും കിട്ടുന്ന ഒരേ ഒരു മാർഗം സാധാരണക്കാരനായ ജനങ്ങളോടൊപ്പം നിന്നിട്ട് അവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമുഖം തുറക്കുക, അതിന് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും, വ്യക്തിപരമായ താല്പര്യങ്ങൾ
എല്ലാവർക്കും ഉണ്ടോ? അതൊന്നും ഒരു തെറ്റായ കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്ന നേതാക്കന്മാരുടെ എല്ലാം സർവീസ്, പുറത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ സർവീസ്, കോൺഗ്രസ് പാർട്ടിയിൽ 25, 30, 40, 45 കൊല്ലം വർക്ക് ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന് പോരാടിയവർ, അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാകുന്നതിൽ ആർക്ക് തെറ്റ് പറയാൻ പറ്റും? പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ചെന്ന് നിൽക്കേണ്ടത് അന്തിമമായ പാർട്ടിയുടെ വിജയത്തിലേക്കായിരിക്കണം എന്നുള്ളത് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ജനം ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരെ നല്ലവരാണ്, പക്ഷേ തമ്മിലടി അവർ വിടുന്നില്ല എന്ന് പൊതുജനം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരു ഇഞ്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ ക്യാമ്പിൽ നമ്മൾ പൂർണ്ണവിരാമത്തിൽ തീരുമാനം. അങ്ങനെ കോൺഗ്രസിനകത്ത് നിന്ന് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും പുറത്ത് പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകരുതെന്ന് 1, 2, 3 പ്രാവശ്യം പറയാം. ആ 3 പ്രാവശ്യവും പറഞ്ഞ് അതേ രീതി തുടരുകയാണെങ്കിൽ സലാം പറഞ്ഞ് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ്. കേരളത്തെ രക്ഷിക്കണം. ഐക്യജനാധിപത്യത്തിലൂടെ 2026 ഐക്യജനാധിപത്യത്തിലൂടെ ഗവൺമെൻറ് 2025 മഹാഭൂരിപക്ഷം നമ്മുടെ പാവപ്പെട്ടവരിൽ മത്സരിക്കുന്ന പഞ്ചായത്ത് ബോഡികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ബോഡികൾ, ജില്ലാ പഞ്ചായത്ത് ബോഡികൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടുന്നത്. എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട്. വരാനിരിക്കുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൽ ആളുകളായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ആ കോൺഗ്രസിൽ ആളുകൾ കേരളത്തിലേക്കും വരും. വരുന്ന നമ്മുടെ മോശം കാലം കഴിഞ്ഞു. 8 കൊല്ലക്കാലമായി നമ്മളിങ്ങനെ നിൽക്കുക. നമ്മുടെ മോശം കാലം കഴിഞ്ഞു. മോശമാക്കണമെന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുന്നില്ലെങ്കിൽ നമുക്കിനി മോശം കാലമില്ല എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കാതെ നിർഭയമായി ആത്മവിശ്വാസത്തോടെ പോകുന്ന ഒരു വലിയ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പിനെ നമ്മളീ കൂടിയിരിക്കുന്നവരെല്ലാം കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് എല്ലാമായി നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പുറത്ത് ഒരുപാട് പേരുണ്ട് നല്ലത് പ്രവർത്തിക്കുന്നത്. അവരുടെ കൂടെ വികാരങ്ങളെടുത്ത് ജില്ലകളിലും ബ്ലോക്കുകളിലും പോയി നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. അതിന് കഴിയുന്ന ഒന്നായി നിങ്ങൾ ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ചർച്ച ചെയ്യുമ്പോൾ ആലോചിക്കുക. എൻ്റെ ചർച്ച 2025 പഞ്ചായത്ത് ഇലക്ഷനും 2026 അസംബ്ലി ഇലക്ഷനും കോൺഗ്രസിന് 5 വോട്ട് കൂട്ടിത്തരാനുള്ള ചർച്ചയാണോ അല്ല 10 വോട്ട് കുറക്കാനുള്ള ചർച്ചയാണോ സ്വയം ആലോചിച്ച് നമ്മൾ ചർച്ച ചെയ്യുക, തീർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.